ഒന്നാമത് VS ജോയിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ്സിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. അദ്ദേഹത്തെ ആ ഒരു എത്തിച്ചത് ഞാനൊക്കെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശീർവാദവും സഹായവും ഈ പറയുന്ന ജോയിയുടെ വ്യക്തിപരമായ കഴിവുമാണ് അദ്ദേഹത്തെ ആ പൊസിഷനിൽ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി സാറില്ല. അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇഗ്നോർ ചെയ്തു പോവുകയാണ്. ജോയിയെ സംബന്ധിച്ച് ജോയിയെ സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക, തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും ജോയിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ നമുക്കറിയാം ഗോഡ് ഫാദർ ഇല്ലാത്തവർ ഓരോ കാലഘട്ടത്തിലും സൈഡ് ലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ജോയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പക്ഷേ ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ ജോയ് മാത്രമല്ല സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്, ഈ മലയോര കർഷകർ കൂടിയാണ്, ആ കമ്മ്യൂണിറ്റിയാണ്, അവിടുത്തെ സമൂഹമാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. കേരളത്തിലെ 489 പഞ്ചായത്ത് ഫോറസ്റ്റിൻ്റെ അതിർത്തികൾ പങ്കിടുകയും ഫോറസ്റ്റിൻ്റെ അകത്തുള്ളതുമായിട്ടുള്ള പഞ്ചായത്തുകളാണ്. അതിസങ്കീർണമായ പ്രശ്നമാണ്. പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് ഈ മലയോര കർഷകരുടെ മേഖല. കാർഷിക പ്രശ്നങ്ങൾ വൃത്തികൾ കംപ്ലീറ്റ് നശിച്ചുപോയി. 10 സെൻറ്റുള്ള ഒരു സാധാരണക്കാരന് അവന് റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അരിയിലേക്ക് ഒരു കറി വെക്കാൻ ഒരു കപ്പയോ ഒരു കാവുത്തോ നാട്ടിൽ കുഴിച്ചിടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എല്ലാ മേഖലകളും അടഞ്ഞു. ആകെ ബാക്കി നിൽക്കുന്ന റബ്ബറാണ്, അതിനുള്ള പിടിച്ചു നിൽക്കുന്നത്. ആ റബ്ബർ കർഷകർക്ക് അത് ടാപ്പ് ചെയ്യാൻ രാവിലെ എണീറ്റ് പോകാൻ കഴിയാത്ത 10ഉം 100ഉം മരമുള്ള കർഷകരാണ് മഹാഭൂരിപക്ഷവും. അവർ തന്നെ പാല് ടാപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കർഷകരാണ്. അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. അവരെ പുലി പിടിക്കുന്നു, ആന പിടിക്കുന്നു. എത്രയോ ആളുകൾ മരണപ്പെട്ടു. പിണറായി തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ ജോയിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോത്തുകൽ പഞ്ചായത്തിലെ ഈ കുഗ്രാമത്തിൽ ഈ വനമേഖലക്കുള്ളിലാണ് ജോയ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ സ്ഥിരം ശല്യമുള്ളതാണ്. ജനങ്ങളുടെ വികാരമറിയുന്ന എന്താ പറയുക ഒരു കുടിയേറ്റ കർഷകനാണ്. ആ നിലയ്ക്ക് ഇത് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുണ്ടായിട്ടില്ല. അപ്പം ജോയ് പൂർണ്ണമായിട്ടും ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ശേഷിയുള്ളവരാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാവാറുള്ളത്, നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും AC-യും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ, ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. ആ നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങളെ ചോദ്യം. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിൻ്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ആ പഠനത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുക്കും. അത് ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് ലെവലിൽ ചെറിയ പാർട്ടി, ചെറിയ പാർട്ടിയാണ്. ഈ ആ പാർട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്കതിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ട് അതിലൊരു തീരുമാനമുണ്ടാകും. അല്ല, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞ മലയാളത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ സമയം നമുക്ക് വേണം. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തിയിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കും. ഈ 2 ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും.